വെള്ളാപ്പള്ളി തന്നെ മുസ്ലിം സമുദായത്തെ നമ്മൾ കേട്ടു പെറ്റുകൂട്ടുന്നവർ എന്നൊക്കെ പറഞ്ഞ വളരെ മോശമായി ആക്ഷേപിച്ചു. പക്ഷെ അപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ കേൾക്കുന്ന ഒരു കാര്യമുണ്ട്. വെള്ളാപ്പള്ളിയുടെ മകൻ ദുബായിൽ ചെക്ക് കേസിൽ കുടുങ്ങിയപ്പോൾ അന്ന് അവിടുത്തെ പ്രമുഖനായ വ്യവസായിയ യൂസഫ് അലിയാണ് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തിയത്. അന്ന് മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ നമ്മുടെ വെള്ളാപ്പള്ളിയുടെ മകൻ NDA ചെയർമാനായിട്ടും അല്ലെങ്കിൽ BJP ആയിട്ട് കൈകോർത്തിരിക്കുമ്പോൾ അതുപോലും മറന്നുകൊണ്ട് വിദേശകാര്യ മന്ത്രിക്ക് കത്തെഴുതിയതൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നു. അപ്പം അങ്ങനെ പഴയ കാലങ്ങളൊന്നും മറന്നുകൊണ്ട് ആരും ആരെ ആക്ഷേപിക്കാൻ പറ്റത്തില്ല. കാരണം ഇതൊരു കേരളം എന്ന് പറഞ്ഞാൽ വളരെ സമാധാന അന്തരീക്ഷത്തിൽ പോകുന്നതാണ്. അല്ലെങ്കിൽ ഒരു വിഭാഗത്ത് ആ നീതി കിട്ടുന്നില്ല, അല്ലെങ്കിൽ അനീതി ആണെങ്കിൽ അത് എത്ര ഫോറങ്ങളുണ്ട്, നമുക്ക് സംവിധാനങ്ങളില്ലേ, അവിടേക്കല്ലേ ഉന്നയിക്കേണ്ടത്. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഒരു സമുദായ നേതാവ് എന്നതിലുപരി അദ്ദേഹം നല്ലൊരു ബിസിനസ്സുകാരൻ കൂടിയാണ്. ഇപ്പൊ അദ്ദേഹം രാഷ്ട്രീയവും കളിക്കുന്നുണ്ട്. അപ്പൊ നല്ല ബിസിനസ്സുകാരനായതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പം ഭരിക്കുന്ന CPM-നോടൊപ്പം നിൽക്കുകയും അദ്ദേഹത്തിന്റെ മകൻ BJP-യോടൊപ്പം നിൽക്കുന്നു. അതായത് കേരളത്തിലും കേന്ദ്രത്തിലും അവർക്ക് ഭരണത്തിൽ പങ്കാളിത്തമുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ എന്ത് കാര്യം പിണറായി വിജയൻ നടത്തി കൊടുക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത്രമാത്രം അഗാധമായ ബന്ധമാണ് ഇത്. മകനാണെങ്കിലും BJP-യുടെ NDA ചെയർമാനാണ് കേരളത്തിലെ. അപ്പൊ അത്രമാത്രം അടുത്ത ബന്ധമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം അദ്ദേഹത്തിനെതിരെ ഇപ്പം PC ജോർജ് വിവാദ പ്രസ്താവന നടത്തുമ്പോൾ, വിദ്വേഷ പ്രസംഗം നടത്തുമ്പോൾ കേസ് എടുക്കണമെന്ന് പല കോടികളിൽ നിന്നും DYFIക്കാർ പറയുന്നു, യൂത്ത് കോൺഗ്രസ്സുകാർ പറയുന്നു, എല്ലാം പറയുന്നുണ്ട്. അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസ് നമ്മുടെ അതിന്റെ മെറിറ്റ് അനുസരിച്ച് പോയിക്കോട്ടെ. അതോടൊപ്പം തന്നെ ഒരു നിയമവ്യവസ്ഥയിൽ വെള്ളാപ്പള്ളി പറയുന്ന ഈ മതനിരപേക്ഷയ്ക്ക് വിരുദ്ധമായ നടപടിക്കെതിരെയും പറയുകയാണെങ്കിൽ കേസെടുക്കേണ്ടതല്ലേ എന്ന് ചോദ്യം സാമാന്യമായിട്ട് ഉന്നയിക്കാം. പാലാ ബിഷപ്പ് അന്ന് കുറവളങ്ങാട് പള്ളിയിൽ വെച്ച് നടത്തിയ ഒരു നാർക്കോട്ടിക് ജിഹാദുമായി നടത്തിയ പരാമർശത്തെ പറ്റി അദ്ദേഹത്തിനെതിരെ കേസെടുത്തിരുന്നു. അപ്പൊ നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരല്ലേ? അതും സാധാരണക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ രണ്ട് നീതി ഉണ്ടാകാൻ പാടില്ല. കേരളത്തിൽ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ നടത്തുന്നതിൽ PC ജോർജും ബഹുമാനായ SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തമ്മിൽ മത്സരിക്കുകയാണ്. നമ്മൾ അടുത്ത ദിവസങ്ങളിലെല്ലാം കണ്ടല്ലോ, PC ജോർജ് ഓരോ മുസ്ലിം വിരുദ്ധ പ്രസ്താവന നടത്തുന്നു. അതിനേക്കാൾ ഒരു പടി കൂടി മുന്നിൽ നിൽക്കാൻ വേണ്ടി വെള്ളാപ്പള്ളി നിന്ന് മത്സരിക്കുന്നു. അതായത് ചേട്ടൻ ബാബ അനിയൻ ബാബ എന്ന് പറഞ്ഞ പോലെ. സത്യത്തിൽ വെള്ളാപ്പള്ളിയും PC ജോർജും തമ്മിൽ താരതമ്യപ്പെടുത്തിക്കൊണ്ടുള്ള ചില പരാമർശങ്ങൾക്കിടയിൽ എനിക്ക് ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാനുള്ളത്, PC ജോർജിൻ്റെ മുസ്ലിം വിരുദ്ധം എന്ന് പറഞ്ഞാൽ അടുത്ത കാലത്തായിട്ടുള്ളതാണ്. അതായത് മുസ്ലിം സമുദായത്തിൻ്റെ വോട്ടുകൾ മേടിച്ച് അതിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റിക്കൊണ്ട് MLA ആകുകയും ചീഫ് വിപ്പ് ആകുകയും ചെയ്തതാണ് PC ജോർജ്. അതോടൊപ്പം തന്നെ മുസ്ലിങ്ങളെ ഇപ്പോൾ അദ്ദേഹം തീവ്രവാദികളായിട്ടാണ് ചിത്രീകരിക്കുന്നത്. അങ്ങനെ പറയുന്ന തീവ്രവാദികൾ എന്ന് പറയുന്നവരുടെ വോട്ട് അദ്ദേഹം മേടിച്ചു. ഇന്ത്യയിൽ തന്നെ SDPIയുടെ വോട്ട് മേടിച്ച, അല്ലെങ്കിൽ SDPIയുടെ MLA ആയിരുന്നു അദ്ദേഹം എന്തിനാണ് ഇപ്പം മുസ്ലിം വിരുദ്ധ പറയുന്നത്? BJP സന്തോഷിപ്പിക്കാൻ വേണ്ടി, അങ്ങനെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയാണ്. അതേ തട്ടകത്തിൽ തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹവും ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഐഡിയോളജി, വെള്ളാപ്പള്ളിയുടെ ഐഡിയോളജി എന്ന് പറയുന്നത് സാമൂഹ്യനീതി എന്ന് പറയുമ്പോഴും സംഘപരിവാർ ആശയമായി യോജിച്ചു പോകുന്നതാണ്. സംഘപരിവാർ കാലങ്ങളായി പറയുന്ന കാലമാണ്. പക്ഷേ BJP അത്ര അടുത്ത വർഗീയ വിരുദ്ധത അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധ കേരളത്തിൽ പറയുന്നില്ല. പക്ഷേ വെള്ളാപ്പള്ളി സംഘപരിവാറിൻ്റെ ആശയങ്ങളോട് ഒട്ടു നിൽക്കുന്ന രീതിയിൽ ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ അല്ലെങ്കിൽ പുരോഗമനപരമായി ചിന്തിക്കുന്ന CPM നേതാക്കൾ തന്നെ വെള്ളാപ്പള്ളിക്കെതിരെ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾക്ക് CPM കൊടുത്തിരിക്കുന്ന മൃദു സമീപനം അതൊരു പക്ഷേ അവിടെ രാഷ്ട്രീയ മാറ്റത്തിൻ്റെ തുടക്കമാണ്. അതായത് ഒരു മൃദു ഹിന്ദുത്വത്തിലേക്ക് CPM മാറുന്നു എന്നുള്ള ഒരു സൂചനയാണ്. ഇപ്പം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടല്ലോ, സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും അവരെ അത് വ്യക്തമാക്കിയിരുന്നു. പക്ഷേ വെള്ളാപ്പള്ളി ഇത് പറയുന്നത് സമുദായമായ ഒരു സംഘർഷ അവസ്ഥയിലേക്ക് മാറാനുള്ള സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ ഒരു നമ്മുടെ മതേതര സങ്കല്പത്തെ തന്നെ തകിടം മറിക്കുന്ന രീതിയിലാണ്. അവിടെയാണ് PC ജോർജും വെള്ളാപ്പള്ളിയും തമ്മിൽ സമശീർഷരാകുന്നത്. ഇപ്പം ഞാൻ പറയുന്നത്, അദ്ദേഹം കേരള കോൺഗ്രസ്, കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം കേരള കോൺഗ്രസിനെ ആക്രമിച്ചുകൊണ്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസം സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ മകൻ മത്സരിക്കാൻ വന്ന കേരള കോൺഗ്രസിൻ്റെ തട്ടമായ കോട്ടയം തന്നെയായിരുന്നു. അത് രണ്ട് കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ KM മാണിയുടെ സ്ഥാനാർത്ഥിയായിരുന്ന, അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായ തോമസ് ചാഴികാടനും എതിരെ PJ ജോസഫിൻ്റെ കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായ ഫ്രാൻസിസ് ജോർജ്, അതിനിടയ്ക്കാണ് അദ്ദേഹം കടന്നു വന്നത്. വെള്ളാപ്പള്ളി മറ്റ് അരിവാഴ്ചിറ്റി ഒന്നുമില്ലാത്ത സ്ഥലം നോക്കിയാണ് സ്വന്തം മകനെ ഇവിടെ അവതരിപ്പിച്ചത്, എല്ലാവർക്കും അറിയാം. അങ്ങനെ അനേകം ഇടതുപക്ഷത്തിന് കിട്ടേണ്ട വോട്ടുകൾ പോലും ഈ വെള്ളാപ്പള്ളി ഇടപെടൽ കൊണ്ട് മാറി. അതോടൊപ്പം തന്നെ പറയുകയാണെങ്കിൽ ഈ സർക്കാരിൽ അല്ലെങ്കിൽ കേരള കോൺഗ്രസിൻ്റെ മന്ത്രി സ്റ്റാഫിലും ചീഫ് വിപ്പ് സ്റ്റാഫിലും ഒക്കെ വെള്ളാപ്പള്ളിയുടെ നോമിനികളുണ്ട്. അത് പൗൾട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ തന്നെ വെള്ളാപ്പള്ളി പറഞ്ഞ ആൾക്കാണ് കൊടുത്തത്. അങ്ങനെ കേരള കോൺഗ്രസുമായിട്ട് വളരെ അടുപ്പത്തിലാണ്, അല്ലെങ്കിൽ കേരള കോൺഗ്രസുമായിട്ട് അന്തർധാരങ്ങൾ വെള്ളാപ്പള്ളിയുണ്ട്. അതേസമയം കേരള കോൺഗ്രസിനെ ഒരു കോളറായെന്ന് പറഞ്ഞ രീതിയിൽ പുള്ളി ആക്ഷേപിക്കുകയും ചെയ്തു.
അദ്ദേഹം കെ എം മാണിയെ മറന്നോ എന്ന് എനിക്ക് ചോദിക്കായിരിക്കും. മുരുകമ്മലയുടെ കാര്യത്തിൽ അദ്ദേഹം മറന്നോ? മുരുകമ്മല ഭരിച്ചു കൊടുത്തതിൽ കെ എം മാണിക്ക് പങ്കുണ്ട്. കേരള കോൺഗ്രസിനെ ആക്ഷേപിക്കുമ്പോൾ ആ കാര്യം കൂടി ചിന്തിക്കണ്ടേ? അപ്പോൾ ഇതിൽ ഈ നമ്മുടെ മതേതരത്വത്തിന് പാവങ്ങൾക്ക് അല്ലെങ്കിൽ മതേതരത്വ സങ്കല്പത്തെ തകിടം മറിക്കുന്നതിനുള്ള പ്രസ്താവന അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം കുറച്ചു കാലം മുമ്പ് NSSുമായിട്ട് കൈകോർത്ത് നായാടി മുതൽ നമ്പൂരി വരെയുള്ള ഒരു സൗഹൃദം അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയെന്ന് പറഞ്ഞുകൊണ്ട് സുകുമാരൻ നായരും ഒക്കെ ആയിട്ട് ചർച്ച നടത്തി. അന്ന് NSSന്റെ അന്നത്തെ ജനറൽ സെക്രട്ടറിയായ PK നാണപ്പണിക്കുള്ള കാലമായിരുന്നു. PK നാണപ്പണിക്കര് രാവണനും PK നാണപ്പണിക്കരെ ശ്രീരാമനും അദ്ദേഹത്തെ വെള്ളാപ്പള്ളിയെ ലക്ഷ്മണനുമായി ചിത്രീകരിച്ചുകൊണ്ടായിരുന്നു അന്ന് ഇവിടെ എല്ലാം പോസ്റ്ററുകളും ബാനറുകളും ഒക്കെ ഉണ്ടായത്. പക്ഷെ ആ കാലഘട്ടം അല്ലെങ്കിൽ ആ സംഗമം എല്ലാം പെട്ടെന്ന് അവതാളത്തിലായി പോയി. വീണ്ടും ഇവർ ശത്രുക്കളെ പോലെ പാമ്പും കീരിയും പോലെ ആയി തീർന്നു. അപ്പോൾ വെള്ളപ്പള്ളി പറയുന്നതിൻ്റെ അകത്ത് ഒരു ഔചിത്യമില്ല. അദ്ദേഹം മാറ്റി പറയും. അദ്ദേഹം സംഘപരിവാറിൻ്റെ ഐഡിയോളജി പറയുന്നു. അപ്പോൾ അതിനെ CPM അതിൻ്റെ അകത്ത് 10 വോട്ട് കിട്ടട്ടെ എന്ന രീതിയിലുള്ള ചില ഐഡിയോളജി അവർ കാഴ്ചവെക്കുന്നു. അപ്പോൾ ഇത് എല്ലാം കൂടെ കൂട്ടിക്കാണുന്നത് കേരളത്തിലെ ഒരു സമുദായ സംഘർഷാവസ്ഥയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ മതനിരപേക്ഷതയ്ക്ക് ഒരു വലിയ ഭംഗം വരുന്ന രീതിയിലുള്ള അപകടകരമായ കാര്യമാണ് ഉണ്ടാകുന്നത്. ഇതിനകത്തുനിന്ന് ശിഥില ശക്തികൾ മുതലെടുക്കുന്നു.